അപ്പോൾ എന്താണ് ഗൈസ്, നമ്മുടെ പുതിയ വാട്സപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എന്താണ് കുറച്ച് ദിവസം ലാഗായി, എന്നാലും നമ്മൾ സാധാരണ ലാഗ് അടിക്കുന്നതിനേക്കാൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ കുറേ നോക്കിയായിരുന്നു. അപ്പം ആദ്യമേ ഒരു വെർഷൻ ഉണ്ടാക്കി, അപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നിട്ട് അപ്ഡേറ്റ് ആയിപ്പോയി. ഇതിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കി, അതിനപ്പോൾ വാട്സപ്പ് നമ്മുടെ ലിങ്ക് ചെയ്യുന്ന പ്രോബ്ലം വന്നു, അതൊരു പ്രശ്നം വന്ന് കിടക്കുമായിരുന്നു. അതുകൊണ്ട് അതും പറ്റിയില്ല. പിന്നെ ഇതിപ്പോൾ മൂന്നാമത് ഞാൻ ചെയ്തൊരു അപ്ഡേറ്റ് ആണ്, അപ്പം ചെയ്ത് എടുത്തു. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ ബേസ് എടുത്തേക്കുന്ന വേറെ ഒരു സ്ഥലത്തു നിന്നാണ്. അപ്പം ഇതിന് വാട്സപ്പ് ലിങ്കറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൽ തന്നെ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇനിയുള്ള നമ്മുടെ ബേസുകൾക്കെല്ലാം ഒരു എന്താണ് നമുക്ക് ഇനിയുള്ള ബേസുകൾക്ക് എല്ലാത്തിനും വേണ്ടി തന്നെ ഉള്ളൊരു വാട്സപ്പ് ലിങ്കർ മോഡൽ ഒരു വാട്സപ്പാണ്. നോർമൽ തീമാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അപ്പോൾ വാട്സപ്പ് നേരെ ഓപ്പൺ ചെയ്യാം. അപ്പം എന്താണ് നമുക്ക് വാട്സപ്പിൻ്റെ കാര്യങ്ങളും ഫീച്ചറുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ സൈഡിൽ തന്നെ ഇവിടെ ഫീച്ചേഴ്സൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോർമൽ തീമാണ്, ആഡ് അക്കൗണ്ട് ഉണ്ട്, നമ്മുടെ ഫ്ലൈറ്റ് മോഡുണ്ട്, ലൈറ്റ് ഡാർക്ക് തീം ഉണ്ട്, ഗോസ്റ്റ് മോഡുണ്ട്. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ വെർഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പം എന്താണ് ആപ്പിൻ്റെ വെർഷൻ 2.25.15.80 വെർഷനാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ ഇനിയുള്ളത് കുറച്ചൊക്കെ അങ്ങനത്തെ ഒരു അടുത്ത വെർഷനുകളൊക്കെ ആയിരിക്കും ഏകദേശം വരുന്നത്. പിന്നെ ഇതിപ്പം ബേസ് വാട്സപ്പായിട്ട് യൂസ് ചെയ്യുക, അതുകൊണ്ട് തന്നെ എല്ലാം ഇനി ഈ ഒരു ബേസിലായിരിക്കും നമുക്ക് വരുന്നത്. കാരണം ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുണ്ട്. അപ്പം ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബേസിലായിരിക്കും നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി പെട്ടെന്ന് അപ്ഡേറ്റ് ഞാൻ വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ നാളെ കഴിഞ്ഞോ അപ്പോൾ ഞാൻ ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ വാട്സപ്പിൻ്റെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് പ്രൈവസി സെറ്റിംഗ്സിനകത്ത് ഹൈഡ് ലാസ്റ്റ് സീന്, ഷോ സ്റ്റാറ്റസ് വ്യൂ, ഡിസേബിൾ ഫോർവേഡ് ടാഗ്, ഷോ എഡിറ്റഡ് മെസ്സേജ്, ഡിസേബിൾ ആൻറ്റി വ്യൂവൻസ്, ഡിസേബിൾ ആൻറ്റി ഡിലീറ്റ് മെസ്സേജ്, ഡിസേബിൾ ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ്, ഹൈഡ് ബ്ലൂ ടിക്ക് ഓൺ റിപ്ലൈ, ബ്ലൂ ടിക്ക് ഡബിൾ ടിക്ക്, ടൈപ്പിംഗ്, റെക്കോർഡിംഗ്, പ്ലേയിങ്, റീസെറ്റ് പ്രൈവസി, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് നമുക്ക് ഈ 3 ഡോട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിലേക്ക് ഇനി തൊട്ട് വാട്സപ്പുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നപ്പോൾ നിങ്ങളെല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കി നോർമലായിട്ടുള്ള ഫീച്ചേഴ്സ്, മെസ്സേജ് ഷെഡ്യൂളർ, ഓട്ടോ റിപ്ലൈ, റീസ്റ്റാർട്ട്, പിന്നെ നമ്മുടെ മെസ്സേജ് നമ്പർ, മാസ് മെസ്സേജ് സെൻറ്റർ, സെറ്റിംഗ്സ്, ന്യൂ കമ്മ്യൂണിറ്റി, റീഡ് ഓൾ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിക്കകത്ത് നമുക്ക് ആൻറ്റി വ്യൂവൻസ്, പ്രീസെറ്റ് ലാസ്റ്റ് സീന്, ഡിസേബിൾ ഫോർവേഡ്, ഗ്രൂപ്പ് മെസ്സേജ് കൗണ്ടർ, പിന്നെ നമ്മുടെ പ്രൈവസി ഓപ്ഷൻസ്, ഡിസേബിൾ ചാനൽ, ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ്, ഹൈഡ് റീപോസ്റ്റ്, പിന്നെ ഷോ എഡിറ്റഡ് മെസ്സേജ്, ആൻറ്റി ഡിലീറ്റ് മെസ്സേജ്, ഷോ ബ്ലൂടിക്ക് ആഫ്റ്റർ റിപ്ലൈ, അങ്ങനത്തെ നമ്മുടെ എന്താണ് നമുക്ക് സാധാരണ നമ്മൾ എടുക്കുന്ന എല്ലാ നോർമലായിട്ടുള്ള പാസ്വേഡ് ലോക്കുകൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ബാക്ക് വന്ന് HTML തീംസ് നോർമൽ തീംസ് ആണ്. പിന്നെ അൾട്രാ ഫീച്ചേഴ്സ് അവസാനം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഗൈസ്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിൻ്റെ അകത്ത് നമുക്ക് കളേഴ്സ്, സ്റ്റൈൽ, ലുക്ക് ആൻഡ് ഫീൽ, അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റിംഗ്സ് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ഹോം സ്ക്രീനിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിപ്പോൾ നമ്മൾ എല്ലാ ദിവസം പറയുന്നതായതുകൊണ്ട് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഹോം സ്ക്രീനുണ്ട്, കോൺവെർസേഷൻ സ്ക്രീനിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ആവശ്യം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഹൈഡ് ഡേറ്റ് ആൻഡ് ടൈം, ന്യൂ അറ്റാച്ച്മെൻറ്റ് പിക്കർ, UI, ഡിലീറ്റ്, ഗ്രൂപ്പ് ഓൺ, എക്സിറ്റ്, പിന്നെ ഓട്ടോ റെസ്പോണ്ടർ, മെൻഷന് വേണ്ടി ഓട്ടോ റെസ്പോണ്ടർ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും മെൻഷൻ ചെയ്ത ഓട്ടോ ആയിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മാനേജ് മെമ്പേഴ്സ്, അപ്പോൾ എന്താണ് നമ്മുടെ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ നമുക്ക് നോർമലായിട്ട് നമ്മൾ ആവശ്യമുള്ള കോൺടാക്ട് പിക്ക്, വാൾപേപ്പർ ആയിട്ട് ഇടാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് നമ്മുടെ എന്താണ് ഓൺലൈൻ ടോസ്റ്റ്, സ്റ്റാറ്റസ് ടോസ്റ്റ്, പ്രൊഫൈൽ ടോസ്റ്റും ടൈപ്പിംഗ് ടോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ മെസ്സേജ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് നമുക്ക് ഓട്ടോ റിപ്ലൈ, മെസ്സേജ് ഷെഡ്യൂളർ, മാസ് മെസ്സേജ് സെൻറ്റർ, ക്വിക്ക് റിപ്ലൈ, ഹു ബ്ലോക്ക് ഡ്യൂ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ സെറ്റിംഗ് മീഡിയയ്ക്കകത്ത് നമുക്ക് ഹൈഡ് മീഡിയ ഫ്രം ഗാലറി, സ്റ്റോപ്പ് മീഡിയ പ്രിവ്യൂ, എനേബിൾ വീഡിയോ പ്ലെയർ, സെൻഡ് ഇമേജസ് ഫുൾ റെസൊല്യൂഷൻ, വീഡിയോ ഫുൾ റെസൊല്യൂഷൻ, ഓഡിയോ ലാർജർ ദാൻ 16 MB, ഡോക്യുമെൻറ്റ് ഷെയർ ലിമിറ്റ്, ഇമേജ് ഷെയർ ലിമിറ്റ്, 5 മിനിറ്റ് സ്റ്റാറ്റസ്, മാനേജ് ഗാലറി, അപ്പോൾ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോറിൻ്റെ അകത്ത് ടൈറ്റാനിയം ബാക്കപ്പ് നമുക്ക് എനേബിൾ ആണ്. പിന്നെ വേസ്റ്റ് ക്ലീനിങ്ങിൻ്റെ അകത്ത് ക്യാച്ച് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ ഓപ്ഷൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഡ്ജറ്റ് നോർമലി കിടപ്പുണ്ട്. പിന്നെ അപ്ഡേറ്റ് ഒന്നും ഇനിയിപ്പോൾ ഞാൻ നാളെ എത്തുന്നേക്കാൾ അല്ലാത്തൊക്കെ അപ്ഡേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ ബോട്ടിൻ്റെ അകത്ത് കോൺടാക്റ്റുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇതുവരെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മാക്സിമം ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക. പിന്നെ എന്നെ ഇവിടെ ഹാക്കർലാറ്റൊക്കെ വെർഷൻ 64 അകത്ത് ഇവിടെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കോൺടാക്ട് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ അൾട്രാ ഫീച്ചേഴ്സിൻ്റെ അകത്ത് ആൻറ്റി വൈറസ് ഇവിടെ ഉണ്ട്. ഫീച്ചേഴ്സ് ഇമേജ്, ഇമോർട്ടൽ, ഹോം ലാഗ്, റീഡ് മോർ, മീഡിയ ക്യാപ്ചർ റിമൂവ്, ലൊക്കേഷൻ വൈറസ്, വെബ് പേജ് വൈറസ്, ഡോക്യുമെൻറ്റ്, ആൻറ്റി ഹോം ലാഗ്, ഫിക്സ് വി കാർഡ് വൈറസ്, ഫിക്സ് ബോട്ട് ബഗ്, ഓഡിയോ, പിന്നെ നമ്മുടെ ഫിക്സ് ബോട്ട് ബഗ് 2, 3, SQL, CTT ലോക്സ്, പിന്നെ ഫിക്സ് ന്യൂ ബോട്ട് ബഗ്, ട്രോളി ബോട്ട്, അങ്ങനത്തെ നമ്മുടെ ബോട്ട് വർക്കുകളെല്ലാം നമുക്കിവിടെ ആൻറ്റി ഇമ്മ്യൂൺ സിസ്റ്റം ഇവിടെ കിടപ്പുണ്ട്. പിന്നെ മോർ ഫീച്ചേഴ്സിൻ്റെ ഓട്ടോ ഫോർവേഡ്, iOS ബൂം ടെസ്റ്റ്, വെരിഫൈ ടിക്ക്, ഇൻസ്റ്റാ ടിക്ക്, ഫാസ്റ്റ് മെസ്സേജ് സെൻഡ്, ഡ്യൂറിംഗ് കോൾ, വോയിസ് റെക്കോർഡ്, അൺവ്യൂ ചാറ്റ്, ടൈപ്പ് ആസ് റെക്കോർഡിംഗ്, റിമൂവ് ക്യാരക്ടർ ലിമിറ്റ് ഫ്രം നെയിം, ക്യാരക്ടർ ലിമിറ്റ് ഫ്രം സ്റ്റാറ്റസ്, ഫേക്ക് സ്റ്റാറ്റസ് വ്യൂ, സെക്കൻഡ് വൺ ഫേക്ക് കോൺടാക്ട് ഇൻക്രീസ്, ഹൈഡ് ടാഗ് ഇൻ ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ് അൺസേർഡ് നമ്പേഴ്സ്, ഫേക്ക് ചാറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന എല്ലാ അടിപൊളി ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വോയിസ് ഡ്യൂറേഷൻ ആഡ് കേട്ടോ. അപ്പം എന്താണ് നമുക്ക് 6 തരം
നമ്മുടെ 6 തരം വോയിസ് ഡ്യൂറേഷൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എഫക്റ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓണാക്കിയിടുക. എല്ലാം ഏതെങ്കിലുമൊക്കെ ഓണാക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ സ്നോ എഫക്റ്റുകൾ, ഫാളിങ് എഫക്റ്റ് അതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് ബാക്ക് വരികയാണെങ്കിൽ നമ്മുടെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്താണ് നമ്മുടെ നോർമലായിട്ടുള്ള ബൂം ടെസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ എന്താണ് ബൂം ടെസ്റ്റ് ഫീച്ചേഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ലൈക്ക്, പിന്നെ നമ്മുടെ ലവ്, പിന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ആഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എന്താണ് നമ്മുടെ വോയിസ് ചേഞ്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ബാക്കി നോർമലായിട്ട് ഡിസപ്പിയർ മെസ്സേജ്, മീഡിയ സെൻറ്റർ, പിന്നെ ഡയറക്റ്റ് കോൺടാക്ട് ലിങ്ക്, ടാബ് റിയാക്ഷൻ, പിന്നെ നമ്മുടെ ഗോസ്റ്റ് ഫസ്റ്റ് മെസ്സേജ്, സെർച്ച്, വെബ്, ബാക്കി നമുക്ക് എല്ലാ ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ബാക്കി നമ്മുടെ മെസ്സേജ് ബബിൾ കിട്ടുന്നുണ്ട്, മോഡിഫൈ ചാറ്റ്, കോപ്പി സെലക്ഷൻ, ട്രാൻസ്ലേറ്റ്, ഇൻട്രാക്ഷൻ, ഡബിൾ ടാപ്പ് റിയാക്ഷൻ, എൻക്രിപ്റ്റ് മെസ്സേജ്, ഷെയർ, സ്റ്റാർ, പിന്നെ നോട്ടിഫൈ മെസ്സേജ്, റെഡ് മെസ്സേജ്, ഇൻഫോ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ മെസ്സേജ് ട്രാൻസ്ലേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പം മെസ്സേജ് ട്രാൻസ്ലേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വോയിസ് ടു ഓഡിയോ അത് ഞാൻ ജസ്റ്റ് സെൻഡ് ചെയ്തതിന് ശേഷം അപ്പം നമ്മുടെ ഓഡിയോ ടു വോയിസ്. അപ്പം എന്താണ് നിങ്ങൾക്ക് ജസ്റ്റ് ഏതാണ് വോയിസ് ആയിട്ട് വോയിസ്, ഓഡിയോ ആയിട്ടാണെങ്കിൽ ഓഡിയോ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പം എല്ലാ ഓപ്ഷൻസും നമുക്ക് പക്കയായിട്ട് കിട്ടുന്ന ഒരു വാട്സപ്പാണ്. അപ്പം എന്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും ആഡഡ് ആണ്. പ്രൈവസി ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പം ഇതൊരു ബേസ് വാട്സപ്പ് ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പം ഡയറക്റ്റ് ലിങ്ക് ചെയ്യാവുന്നതാണ്. അപ്പം വേറെ ലിങ്കറിൻ്റെ ആക്ടിവേറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഡയറക്റ്റ് ലിങ്ക് ചെയ്യുക. അപ്പം ഇപ്പം 2 ദിവസം തന്നെ ഞാൻ പുതിയ വെർഷൻ ഇറക്കിയേക്കാം. കാരണം റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഓൾറെഡി ഒന്ന് വീഡിയോ ചെയ്താൽ മാത്രം മതി. അപ്പം അത് ജസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ ഇറക്കിയേക്കാം. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പം എല്ലായിടത്തും യൂസ് ചെയ്യുക ഗൈസ്. ഓക്കെ.